ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷാർജയിലുള്ള ഒരു അടിപൊളി പാർക്കിലാട്ടോ. ഇവിടെ ഫ്രീ എൻട്രി ആണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കളിക്കാനൊക്കെ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി പാർക്കാട്ടോ. ഇത് മുബൈലിൻ്റെ അടുത്ത് തന്നെയാണ്. അതേപോലെ അൽജാദ പാർക്ക് എന്നാട്ടോ ഈ പാർക്കിൻ്റെ പേര്. സ്വതവേ ഷാർജയിൽ മുഴുവനല്ല, ചില പാർക്കുകളിലൊക്കെ നമുക്ക് റെസിഡൻറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞങ്ങളെ ഈ വീടിൻ്റെ ബാക്കിലും അതേപോലെ കാർഡില്ലാതെ അവർ പാർക്കിലേക്ക് കയറ്റൂല കേട്ടോ. ചിലപ്പോഴൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ റിക്വസ്റ്റ് ചെയ്താൽ കയറ്റും, പക്ഷേ സ്ഥിരമായിട്ട് നമ്മളെ കയറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു പാർക്ക് ഫ്രീ എൻട്രി ആണ്, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പം കുട്ടികൾക്ക് ഇഷ്ടമാകും ചെയ്യും. അടിപൊളി ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ചൂട് സ്റ്റാർട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചത് ഭയങ്കര ചൂടായിരിക്കും എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറേ മരങ്ങളും പച്ചപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂടൊന്നുമില്ല, ഭയങ്കര ഒരു നോർമൽ ഒരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്ത്, അപ്പം എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നാൽ ഫുഡ് കഴിക്കാൻ പാടില്ല. കാരണം അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. ഓരോരുത്തരും എന്താ പറയുക അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും വാച്ച്മാൻ പറഞ്ഞിടന്ന് കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം തിരിച്ചത് എടുത്ത് വെച്ച്, അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നാലും കുട്ടികളുമായിട്ട് വന്ന് നമുക്ക് എന്താ പറയുക ഓരൊക്കെ നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കളിക്കാനും അതേപോലെ നമുക്കൊരു മൈൻഡ് ഫ്രഷ് ആവാനൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണേ. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ. പിന്നെ ഇത് പിറ്റേന്നുള്ളൊരു വീഡിയോ ആണ്. എന്താ പറയാ, മിക്സ്ചർ. നൂഡിൽസ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ്. നൂഡിൽസ് ഒന്ന് വറക്കുക, പിന്നെ നമ്മൾ ഈ തക്കാളി, ഉള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ മാഗി പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാഗീൻ്റെ പാക്കറ്റ് ഒന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തികയലുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ വേറൊരു കടിയും കൂടി ഉണ്ടാക്കിയിട്ടോ. മറ്റേ നമ്മളെ എന്താ പറയുക അതിൽ തേങ്ങയും ശർക്കര ഒക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പത്തിരിപ്പൊടി കുഴക്കണ പോലെ കുഴച്ചിട്ട് അങ്ങനെ വെച്ചത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുത്ത് വെച്ചതാട്ടോ. മറ്റേ മീൻ പൊരിച്ചതും പാലക്കിൻ്റെ കറി, വെണ്ടക്കുപ്പേരി, തൈരൊക്കെ കൂട്ടിയിട്ട് ചോറിങ്ങനെ പ്ലേറ്റിൽ വെച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് വീഡിയോ എടുക്കണം തോന്നി. അപ്പോൾ അങ്ങനെ എടുത്തതായിരുന്നേ. അപ്പോൾ ഇതാ ഞങ്ങളൊന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വില്ലേൻ്റെ ബാക്കിലുള്ള പാർക്കിൽ പോയതാട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറ്റുമല്ലോ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരെണ്ണം ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും ഒന്നും കയറ്റൂല കേട്ടോ. ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടി എന്താ പറയുക സഹകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. കുറേ നേരം ഞങ്ങൾ ഇതാക്കി, പക്ഷേ മോൻ്റെ മൂഡ് ശരിയില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും കിട്ടിയില്ല. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാട്ടോ. കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഫ്രീ എൻട്രി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വരാനും ഇവിടെ പറ്റില്ല. നമ്മളെ വില്ലേൻ്റെ ബാക്ക് സൈഡ് തന്നെ കേട്ടോ. പക്ഷെ ഫ്രീ എൻട്രിയും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ.
ഇത് നെസ്റ്റോ പോകുന്നതാട്ടോ. സോ അതുവേ ആഴ്ചയിൽ ഒരിക്കലും സാധനങ്ങൾ വാങ്ങി വെക്കാം. മീനും പച്ചക്കറികളൊക്കെ ഒന്നെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിനുള്ള വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ എന്താ വെച്ചാൽ മുട്ടം പണിയിട്ട് കാർ കംപ്ലൈൻ്റ് ആയി. സംഭവം എന്താ വെച്ചാൽ ഉള്ളിൽ നമ്മൾ ലേറ്റ് ഇട്ട് വെച്ചതാണ്, എന്തോ ആവശ്യത്തിന് എന്തോ ലേറ്റ്, പിന്നെ ആ ലേറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ബാറ്ററി ഇറങ്ങിയിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. പിന്നെ ഹസ്ബൻഡ് എന്തോ ഓൺലൈനിൽ എന്തോ ഓർഡർ ചെയ്ത്, അപ്പോൾ ഓൺലൈനിൽ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അത് സോൾവ് ആയിട്ടോ. ഒരു 20 അരമണിക്കൂറാണ് അവർ പറഞ്ഞത്. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സാധനം കയ്യിലെത്തി. നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി. കൂടെ ഇവിടെ ഒരു കട ഉണ്ട്, നല്ല അടിപൊളി. ഇവിടെ പോയിട്ട് 2 ഷവർമ തിന്നിട്ട് അടുത്ത പരിപാടി. ഓക്കെ, കടയിൽ പോട്ടോ. കളറോ? കളർ ഇന്ത്യ കളർ, ഷവർമിൻ്റെ കളറാണ്. ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് ഷവർമ അയച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര വലിയ ഷോപ്പൊന്നും അല്ലെങ്കിലും ചെറുതാണെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഷവർമ കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് അൽഫാമാട്ടോ ഓർഡർ ആക്കിയത്. അപ്പോൾ അൽഫാം ആകുമ്പോൾ കുറച്ച് നേരം നമ്മൾ കാത്തിക്കണമല്ലോ. അപ്പം അങ്ങനെ കാത്തിരിക്കായിരുന്നു. ജ്യൂസ് കഴിച്ച് ഇന്നലെ നമ്മൾ നെസ്റ്റോയിൽ പോയില്ലേ, അപ്പോൾ അത് നെസ്റ്റോ ക്ലോസ് ആയി പോയില്ലേ. നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മൾ സാധനം വാങ്ങാൻ പോയിട്ട് സാധനം വാങ്ങിച്ചില്ല. എന്തിനാ ഇറങ്ങിയത് അത് മാത്രം ചെയ്തില്ല കേട്ടോ. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതേം നെസ്റ്റോ ക്ലോസ് ചെയ്ത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഇനി സാധനം വാങ്ങിച്ചിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ നെസ്റ്റോൻ്റെ ഈ ഉള്ളിലാട്ടോ ഞങ്ങൾ പാർക്ക് ചെയ്തത്. ചൂടായതുകൊണ്ട് ഇപ്പം ചൂടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. പക്ഷെ ഉള്ളിലാണെങ്കിൽ ഒരു തണുപ്പൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനെപ്പോഴും ആഴ്ചയിൽ ഒരിക്കലാണ് സാധനങ്ങൾ വാങ്ങുക. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കും. പിന്നെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ 1-2 സാധനങ്ങൾ തീർന്നു പോയാൽ ഇടയിൽ വാങ്ങും. പക്ഷെ മിക്ക ദിവസങ്ങളിലും ഒന്നെങ്കിൽ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച ആണ് നെസ്റ്റോയിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കൽ. അപ്പോൾ ഈ വെയിറ്റൊക്കെ കുറയ്ക്കുന്ന സമയത്ത് പാലിന് പകരം ആൽമണ്ട് മിൽക്ക് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടാണ്. സത്യമാണോ എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആൽമണ്ട് മിൽക്കൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ വേഗം വീട്ടിലെത്തി ഉണ്ടാക്കിട്ടോ. നമ്മൾ ഷാർജ ബീച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. കാരണം ചൂടത്ത് നമുക്ക് വന്നിരുന്നാൽ വല്ലാതെ ചൂട് തോന്നിക്കില്ല. കാരണം ബീച്ചായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കണോണ്ട് തന്നെ അല്ലാതെ ചൂട് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ നടക്കാൻ വരുന്ന ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക, സൈക്ലിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഒരു നല്ലൊരു
പറയാൻ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നല്ലൊരു ശാന്ത എന്നറിയില്ല, നമുക്ക് ശാന്തമായ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ്. എനിക്കിഷ്ടം കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ ഞാനിവിടുത്തെ വാഷ്റൂം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നെ വിചാരിച്ചത്, ഇങ്ങനെ മിററിലൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പാരൻറ്റ് വന്നിട്ട് കുട്ടീനൊന്ന് വാഷ്റൂം ഞാൻ പോണോ കൂടുതൽ എൻ്റെ കൂടെ കൂട്ടുമോ ചോദിച്ചു. അപ്പം എൻ്റെ ലാംഗ്വേജും അല്ല, ജസ്റ്റ് പേര് ഞാൻ ചോദിച്ചു. അപ്പം അതിനെക്കാട്ടി ഒരു 1-2 വയസ്സ് കൂടുതലുണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ആ കുട്ടിക്കൊരു ടെൻഷനും ഇല്ല, കൂളായിട്ട് എൻ്റെ കൈയും പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്കായിരുന്നു ടെൻഷന്, അല്ല ആ കുട്ടി മിസ്സായി പോകുമോ എന്തോ. അങ്ങനെ ഞാനും ആ കുട്ടീൻ്റെ പാരൻറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഞാനൊക്കെ ആ ഒരു ഏജിൽ ഇപ്പം എൻ്റെ അമ്മേൻ്റെ ഇവിടെ കൈവിട്ട് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പക്ഷെ ആ കുട്ടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബോൾഡായിട്ട് നിന്ന് എൻ്റെ കൂടെ നിന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബീച്ചിൽ നിന്ന് പോന്ന്. അപ്പോൾ അതാ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.